ഹലോ ഫ്രണ്ട്സ്, ഇതാ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ മീൻ മുളകിട്ടതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പോകാം. ഓക്കെ. പിന്നെ മീനും ഇന്ന് കിട്ടിയത് മീനിൻ്റെ പേരെനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. നാട്ടിൽ വേളൂരി എന്നതൊന്നും പറയുക ഇതിന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോകാം. ഓക്കെ. അപ്പം ഞാൻ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി അതിൽ വന്നിട്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് മൂത്തതും നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ഉലുവ മൂത്ത് വരുന്നുണ്ട്. ഉലുവ കുറച്ച് ചുവന്ന് വന്നതിന് ശേഷം നമുക്ക് ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി കഴിഞ്ഞാൽ ഇനിയും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ചതച്ചിട്ടാണെങ്കിൽ ഇനിയും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഒഴിച്ച് കൊടുക്കണം. കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം വാടി വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച് തക്കാളി ഒഴിച്ചു കൊടുക്കുക. അരച്ച് വെച്ചിട്ടാണ് അപ്പാടിട്ട് കൊടുക്കുന്നില്ല. അരച്ച് വെച്ചത് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 തക്കാളി അതിന് എടുത്തിട്ടുള്ളത്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മസാലകൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പുളി ആദ്യമേ പൊതിർത്ത് വെച്ചിട്ടുണ്ടേനും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പൊതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം പിഴിഞ്ഞിട്ട് അതിലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഇതെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മുളകിട്ടത് ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി മീനും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളകിട്ടത് ഇവിടെ റെഡിയാകും. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒരു തിള വരുമ്പോൾ നമുക്ക് മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇനിയും എക്സ്ട്രാ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് തിള നല്ലോണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞളും മുളകും ഉപ്പും പെരക്കി വെച്ച മീനാണ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു കാര്യം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മുളകിട്ടത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. മീൻ മുളകിട്ടത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എണ്ണയെല്ലാം നല്ല വൃത്തിക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബായ്.